ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് നമ്മൾ രാവിലെ ഒരു ഹിമാലയൻ 450യുടെ മാന ബ്ലാക്ക് എന്ന് പറയുന്ന വേർഷൻ വണ്ടി ഒന്ന് നോക്കാൻ പോവുകയാണ്. സോ ഞാൻ ഓൾറെഡി ഹിമാലയൻ 450 നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പിന് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മാന ബ്ലാക്ക് എന്ന് പറയുന്ന അവരുടെ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തത് കാണാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നോർമൽ വേർഷനേക്കാളും ഡിഫറൻസ് വരുന്നത് മാന ബ്ലാക്കിൽ നമുക്ക് ഒരു മാറ്റ് ബ്ലാക്ക് പെയിൻ്റാണ് വരുന്നത്, നിങ്ങളിത് ഈ കാണുന്ന പോലെ. പിന്നെ റാലി കിറ്റാണ് വരുന്നത്, അതായത് റാലി സീറ്റും റാലി റിയർ ഫെൻഡറൊക്കെയാണ് വരുന്നത്, മഡ് ഗാർഡും. സോ അതൊന്ന് നോക്കണം. അപ്പോൾ അതിലെൻ്റെ കാലെനിക്ക് നിലത്ത് കുത്താൻ പറ്റുമോയെന്ന് അറിയണം. എന്നാൽ ഞാൻ മാന ബ്ലാക്ക് എടുക്കും. ഞാനിപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്ന ക്യാമറ്റ് വൈറ്റ് എന്ന് പറയുന്ന മോഡലാണ്. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇതിൽ രണ്ടിലും ഏത് കളർ കൊള്ളാമെന്ന്. ഹാൻഡ്ലി ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ഉണ്ട്, ഗോൾഡ് റിം വരുന്നത്. അത് പക്ഷേ വണ്ടി അത്ര സൈസ് ഫീൽ ചെയ്യത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഹാൻഡ്ലി ബ്ലാക്ക് എടുക്കാതെ ക്യാമറ്റ് വൈറ്റ് നല്ല സൈസ് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടി. പിന്നെ ഞാൻ റിംസ് ഗോൾഡൻ റിംസാണ് ഇടുന്നത് വൈറ്റിൽ, അത് കുറച്ചുകൂടെ ലുക്കായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇപ്പോൾ എന്തായാലും മാന ബ്ലാക്കും കൂടെ പോയി നോക്കണം. മാന ബ്ലാക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് മരക്കേർ ഷോറൂമിൽ ഒരെണ്ണം ബുക്ക് ചെയ്ത്, ഒരു കസ്റ്റമറിന് വേണ്ടി ബുക്ക് ചെയ്ത് യാർഡിൽ വന്നിട്ടുണ്ട്. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കുക, ഒന്ന് ഇരുന്നൊക്കെ നോക്കണം. നമുക്ക് എത്ര കാല് നമുക്ക് നിലത്ത് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ടിപ്ടോയെങ്കിലും ചെയ്യാൻ പറ്റണം. പിന്നെ ആ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് ഏകദേശം 4,28,000. അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഹിമാലയൻ 450 ഇറക്കാനുള്ളൊരു പ്ലാനിലാണ്. മേ ബി പുള്ളിയും ചിലപ്പോൾ ഓൾ ഇന്ത്യ ട്രിപ്പിനുണ്ടായിരിക്കും, അത് ഇതുവരെ കൺഫേംഡ് അല്ല. എന്തായാലും വണ്ടി ഞങ്ങൾ ഹിമാലയൻ 450 ഒരുമിച്ച് ഇറക്കാനുള്ള പ്ലാനാണ് ഇപ്പം. അപ്പോൾ രണ്ടുപേർക്ക് മാന ബ്ലാക്ക് എടുക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് എൻ്റെ ഫ്രണ്ടും അവിടെ വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പോയി നോക്കും. ഓക്കെ ആണെങ്കിൽ, സെറ്റാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എടുക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ, ഏത് കളറാണ് ലുക്ക് ഈസി ടു മെയിൻറ്റെയിൻ. എനിക്കൊണ്ട് രണ്ടും, ഇപ്പോൾ വൈറ്റ് ആണെങ്കിലും അത് മാറ്റ് ഫിനിഷാണ്, ബ്ലാക്ക് ആണെങ്കിലും മാറ്റ് ഫിനിഷാണ്, സെയിം ഗ്രാഫിക്സ് ആണ് വരുന്നത്. ജസ്റ്റ് ബ്ലാക്ക് വൈറ്റ് എന്നൊരു ഡിഫറൻസും. പിന്നെ മാന ബ്ലാക്കിൽ റാലി കിറ്റാണ് വരുന്നത്. അതിപ്പം സ്പ്ലിറ്റ് സീറ്റൊക്കെ ആക്കണമെങ്കിൽ നമ്മൾ അക്സസറീസിൽ നിന്ന് ആ പാർട്സ് എടുത്തിട്ട് സ്പ്ലിറ്റ് സീറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ട്രിപ്പുകൾ ഉടൻ തന്നെ വരുന്നതാണ്. പിന്നെ ഗൈസ്, നമ്മളെ മാർച്ച് മാസത്തെ ഗിവ് അവേ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ക്രോണക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് കസ്റ്റമൈസ് ചെയ്ത കാഷ്യോയുടെ AE1200 കാഷ്യോ റോയാലി എന്ന് പറയുന്ന വാച്ചിൻ്റെ BMW എഡിഷനാണ് ഇത്തവണ നമുക്ക് ഗിവ് അവേക്ക് കൊടുക്കുന്നത്. കഴിഞ്ഞ നമ്മൾ ക്രോണക്സിൻ്റെ ഗിവ് അവേ നടത്തിയപ്പോൾ അത് ജുറാസിക് പാർക്ക് എഡിഷനാണ് കൊടുത്തത്. ഇത്തവണ ഒരു കാർ ബ്രാൻഡിൻ്റെ ഒരു എഡിഷനാണ് തന്നിരിക്കുന്നത്. കൊള്ളാം, നല്ലൊരു സാധനമാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ മെയിൻ സംഭവം മാന ബ്ലാക്ക് വേണോ, ഹിമാലയൻ 450 ക്യാമറ്റ് വൈറ്റ് വേണോ എന്നുള്ളതിൻ്റെ ഡിസിഷൻ എടുക്കുന്നതാണ്. വണ്ടി ബുക്ക് ചെയ്ത് ഒരു 1.5 മാസം എടുക്കും. അതിപ്പം നമ്മൾ മാന ബ്ലാക്ക് ആണെങ്കിലും ക്യാമറ്റ് വൈറ്റ് കസ്റ്റം ആണെങ്കിലും ആ ഒരു ടൈം എടുക്കും. വണ്ടി വന്നിട്ട് നമുക്ക് കേരളത്തിനകത്ത് കുറച്ചുകൂടെ റൈഡൊക്കെ പോയിട്ട് വേണം നമുക്ക് ഓൾ ഇന്ത്യ അടിക്കാൻ. തൽക്കാലം നമുക്ക് ഈ ഒരു ജെൻ 390 ഡ്യൂക്കിൽ നമുക്ക് കുറച്ച് ട്രിപ്പൊക്കെ പോവാം. പിന്നെ അതുകൂടാതെ കുറച്ച് ട്രിപ്പ് കാറിൽ പോകേണ്ടിയും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വ്ളോഗ്സ് ഞാൻ ചാനലിൽ ഇടുന്നതായിരിക്കും. ഇതിപ്പം നമ്മൾ പാളയം എന്ന് പറയുന്ന സ്ഥലത്താണ്, അണ്ടർ പാസേജ് കയറി പാളയം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഓഫീസ് ടൈമാണ്, ഏകദേശം രാവിലെ 9:30 ആയിട്ടുണ്ട്. ഓഫീസ് ടൈം ആയതുകൊണ്ട് എല്ലായിടത്തും നല്ല ബ്ലോക്കുണ്ട്. ഈ കാണുന്നതാണ് ലോക്ടെക്കിൻ്റെ പുതിയ ഷോറൂം. ഇവിടെ കമ്പ്യൂട്ടർ, ഗെയിമിംഗ് സാധനവും എല്ലാ സാധനവും കിട്ടും, ഇലക്ട്രോണിക് ഐറ്റംസ്.
മെയിൻലി കമ്പ്യൂട്ടർ ഗാഡ്ജറ്റ്സ് അങ്ങനെയുള്ള ഐറ്റംസാണ്. നല്ല ചൂടുണ്ട്, നല്ല വെയിലും ഉണ്ട്, എന്താ പറയാനാ. നമ്മളിപ്പോൾ മരക്കാറിൻ്റെ അവരുടെ സർവീസ് സെൻറ്ററിൻ്റെ അടുത്തുള്ള യാർഡിലാണ് പോകുന്ന പനവിള. അവിടെയാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. അവിടെ ഓൾമോസ്റ്റ് എത്താറായി. ഇപ്പം ബേക്കറി ജംഗ്ഷൻ കഴിഞ്ഞു. നമുക്കിതാ ഇവിടുന്ന് റൈറ്റ് എടുക്കുമ്പോൾ അവിടെ എത്തും. ഗൈസ്, എന്തുകൊണ്ട് ഹിമാലയൻ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ സർവീസ് എല്ലായിടത്തും കിട്ടും. പിന്നെ വണ്ടി നല്ല കംഫർട്ടാണ്, ലോങ് ഒക്കെ പോകാൻ നല്ല കംഫർട്ടാണ്. പിന്നെ എൻജിൻ സൈഡ് നോക്കുവാണെങ്കിൽ ഒരു ചെറിയൊരു ഡ്യൂക്കിൻ്റെ ഒരു എൻജിനിൽ റോയൽ എൻഫീൽഡ് ഹിമാലയൻ വെച്ചു എന്നുള്ളൊരു രീതിയിലാണ് പുതിയ ഷെർപ്പ 450 എൻജിൻ വരുന്നത്. കൊള്ളാം, വണ്ടി ഓടിച്ചിട്ട് കൊള്ളാം. പിന്നെ വൈബ്രേഷൻ ചെറുതായിട്ടുണ്ട് ഹയർ RPM. അത് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മളെന്തായാലും ലിക്വിമോളിയുടെ എൻജിൻ ഓയിലായിരിക്കുമല്ലോ യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതിലേക്ക് അത് സെറ്റാവും. പിന്നെ നേരത്തെ ടാപ്പറ്റിൻ്റെ നോയ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവർ ഫിക്സ് ചെയ്ത്. അവരിപ്പോൾ പുതിയൊരു ടാപ്പറ്റിൻ്റെ ഒരു സംഭവമാണ്, സ്ക്രൂ ആണ് വയ്ക്കുന്നത്. അതുകൊണ്ട് അത് വലിയ ഇഷ്യൂ വരത്തില്ല. വണ്ടി നല്ല കംഫർട്ടാണ് ലോങ് പോയാൽ, അതാണ് മെയിൻ കാര്യം. ഇല്ലെങ്കിൽ നമ്മൾ ലോങ്ങൊക്കെ അടിക്കുന്ന നട്ടല് വെള്ളമാവും. നിങ്ങൾ ആരെങ്കിലും ഹിമാലയൻ 450 യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെയാണ് നിങ്ങൾ തന്നെ അഭിപ്രായം പറയണം, സർവീസും വണ്ടി എങ്ങനെയുണ്ടെന്നും എല്ലാം. മൈലേജൊക്കെ നമുക്കൊരു 27 to 30 എക്സ്പെക്റ്റ് ചെയ്യാം. ലോങ് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇല്ല അത്രയൊക്കെ എക്സ്പെക്റ്റ് ചെയ്താൽ മതിയോ. ഇവിടെയാണ് ഷോറൂം വരുന്നത്. നമ്മൾ ഷോറൂമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. യെസ്, ഇതാണ് ഷോറൂം. എൻ്റെ ഫ്രണ്ട് അവിടെ ഇരിക്കുന്നു. നമുക്ക് അകത്തോട്ടില്ല, ഇനി വണ്ടി ഒന്ന് നോക്കാം. ഈ കളറാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്, കാമറ്റ് വൈറ്റ്. ഇത് ഉണ്ട്, ഇരുന്ന് നോക്കണോടാ, ടാങ്ക് ഭയങ്കര സൈസ്. എടാ ഇതില് പറ്റും, മറ്റേത് പറ്റുമായിരിക്കും, അതിന് വീതി കൂടുതല. ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന കളർ ഇതാണ് ഗൈസ്. നമ്മൾ വണ്ടി ഇതാ കാണാൻ വേണ്ടി പോവുകയാണ്. ഓ മാന ബ്ലാക്ക് ഇരിക്കുന്നു ഗൈസ്, കൊള്ളാല്ലേ. ഇതാണ് മാന ബ്ലാക്ക്. നീ ഏത് ഇരുന്നേ നോക്കട്ടെ. ഇതാണ് മാന ബ്ലാക്ക്. ഇല്ല വേണ്ട, നമുക്ക് നോർമൽ തന്നെ. കാലെത്തുന്നില്ലല്ലോ. ഇപ്പൊ ജസ്റ്റ് പൊക്കാനേ പറ്റുന്നല്ലോ. കുറെ ഇതൊന്ന് പിടിച്ച ഞാൻ എന്നിട്ട് നോക്കട്ടെ. ഇതൊന്ന് പിടിച്ചല്ലോ. ഇത്ര എത്തുന്നുള്ളൂ. പറ്റില്ല, നോർമലി എടുക്കാം. ഇത് കംഫർട്ട് ആയിരിക്കില്ലടാ, ഇത്രയും ഹൈറ്റ് ഉള്ളതുണ്ട്.
ഇവിടെ ഞാൻ ഷൂ ഇട്ടിട്ട് എനിക്ക് എത്തത്തില്ല 5.7 ഉണ്ടായിട്ട്. ഇതാണ് മാന ബ്ലാക്ക്. കംഫർട്ട് ഇല്ലടാ, ഭയങ്കര ഡിസ്കംഫർട്ടാ അത്. എവിടെയെങ്കിലും കയറ്റത്തിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോഴേ പണിയോ. എടാ എന്ത് ചെയ്യണം, ഇതെടുത്തിട്ട് മറ്റേ നോർമൽ കിറ്റ് വാങ്ങിച്ച് വെച്ചാൽ മതി. ഓ അത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ്. ഭയങ്കര ഹൈറ്റ്. എടാ നോർമൽ വെർഷൻ ഇരുന്ന് നോക്കിയേ, ആ വൈറ്റ് ഇരുന്ന് നോക്കിയോ? അതുപോലെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നാ പറയുന്നത്. ഇതാണ് ഞാൻ ബുക്ക് ചെയ്ത കളറ്. ഇതിൽ കുഴപ്പമില്ല, കാലെത്തും. മാന ബ്ലാക്കിൽ കാല് ടിപ്ടോ ചെയ്യാനേ പറ്റുന്നുള്ളൂ. അത് കംഫർട്ടല്ല. ഇതാകുമ്പോൾ കുഴപ്പമില്ല, അത് കംഫർട്ടാണ്. നമുക്കപ്പോൾ ഇത് തന്നെ കൺഫേം ചെയ്യാം ഗൈസ്. ഇത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, ഇത് ഭയങ്കര ഹൈറ്റാണ്. നമ്മൾ ആ നോർമൽ വെർഷൻ എടുക്കുന്നത്. ഓക്കെ, താങ്ക് യു ബ്രോ. സോ ഗൈസ്, അപ്പം നിങ്ങൾ മാന ബ്ലാക്ക് കണ്ടല്ലോ. വണ്ടിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. എനിക്ക് 5.7 ആയിട്ട് പോലും എനിക്ക് പ്രോപ്പർലി ഫ്ലാറ്റ് ഫൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഫ്രണ്ടിന് 5.5 ആണ്, അവനും ഒട്ടും പറ്റുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കാമറ്റ് വൈറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു രണ്ടുപേരും. മാന ബ്ലാക്ക് ഭയങ്കര ഹൈറ്റ്. അതിൻ്റെ റാലി സീറ്റാണ് മെയിൻലി ഹൈറ്റിൻ്റെ റീസൺ. സോ നിങ്ങളിപ്പോൾ ഒരു 5.8 എബോവ് ഒക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ മാന ബ്ലാക്ക് നോക്കിയാൽ മതി. നമുക്ക് കാല് ജസ്റ്റ് തൊടുന്നതല്ല, നമുക്ക് ഓഫ് റോഡൊക്കെ പോകുമ്പം നമ്മൾ സ്റ്റീപ്പ് ഇൻക്ലൈനിലൊക്കെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് കാലെത്തത്തില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അത്യാവശ്യം പ്ലാന്റഡ് ഫുഡ് ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള വണ്ടി എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഇപ്പം നമ്മൾ മാന ബ്ലാക്ക് എന്നുള്ള ആഗ്രഹം മാറ്റിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ കാമറ്റ് വൈറ്റിൽ തന്നെ കൺഫേം ചെയ്യുകയാണ്. ഇതിൻ്റെ മാന ബ്ലാക്കും നോർമലും തമ്മിലുള്ള വ്യത്യാസം റാലി കിറ്റ് ഉണ്ടെന്നാണ്. അതിപ്പോൾ നമ്മൾ നോർമൽ വേർഷൻ എടുത്താലും നമുക്കതിൽ ആ റാലി കിറ്റ് വെക്കാൻ പറ്റും. പക്ഷെ റാലി കിറ്റ് വെക്കുമ്പോൾ കാലെത്തില്ല, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഷോർട്ട് റൈഡായിരുന്നു ഗൈസ്. ജസ്റ്റ് ഈ ഒരു വണ്ടി കാണണമായിരുന്നു മാന ബ്ലാക്ക്. അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ റൈഡ് പോയതാണ്. സോ കിടിലം ട്രാവൽ വീഡിയോസും എല്ലാം വരുന്നതാണ് നമ്മുടെ ചാനലിൽ. ബൈക്കിൽ പോകുന്ന വീഡിയോസും ഉണ്ടാവും, അല്ലാതെ നമ്മൾ കാറിൽ കുറച്ച് ട്രാവൽ ചെയ്യുന്നുണ്ട്, അതിൻ്റെ വീഡിയോസും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും സീ യു, ബൈ ഗൈസ്.